ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഞങ്ങളപ്പോൾ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ആ ദിവസം എത്തി. നമ്മുടെ ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നെന്ന് പറഞ്ഞ ദിവസം എത്തിയിട്ടുണ്ട്. നമ്മൾ റെഡിയായി. ഏകദേശം ഇപ്പോൾ ഒരു 6:30 ആകുന്നു. നമുക്ക് വെളുപ്പിനെയാ ഫ്ലൈറ്റ്. അപ്പോൾ എവിടെയാണെന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. പോകാൻ റെഡിയായി, പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇറങ്ങാൻ പോവാം. ഒരു ഉമ്മ കൊടുക്കാം. സോ ഗൈസ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ്. വെളുപ്പിന് 4 മണിക്കാട്ടോ നമുക്ക് ഫ്ലൈറ്റ്. ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ 1 മണിയാകുമ്പോഴത്തേക്ക് ചെക്ക് ഇൻ ചെയ്യണം. പിന്നെ നമ്മൾ ട്രിപ്പ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറെ 2 ഫ്രണ്ട്സും ഉണ്ട്, അവരുടെ ഫാമിലി, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഫാമിലി ചെങ്ങന്നൂരാട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് അവരെയും പിക്ക് ചെയ്യും. പിന്നെ അടുത്തൊരു ഫാമിലി എന്ന് പറഞ്ഞാൽ അവർ അയർലൻഡിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് വരും കേട്ടോ. അപ്പം നമ്മൾ 3 ഫാമിലിയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് അവരെയും പിക്ക് ചെയ്ത് ഡിന്നറൊക്കെ കഴിച്ച് നേരെ എയർപോർട്ടിലോട്ട് പോകാനായിട്ടാണ് പ്ലാൻ. ഇതാട്ടോ നമ്മുടെ ആദ്യത്തെ ഫാമിലി, അലക്സ്, വിൻസി, സീകുട്ടൻ. ഹായ് പറ. ഹൈ ഹൈ ഹൈ. ഞാൻ ഈ പരിസരത്തേ ഉള്ളവരല്ലത്. അവര് ചിരിക്കുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയെടുത്തുനിന്ന് ഞങ്ങൾക്കൊരു പണി കിട്ടി കേട്ടോ. അലക്സിൻ്റെ കാലിൽ പട്ടി ഷിറ്റ് ആയിട്ടുണ്ട്. കുറേ നേരം വണ്ടിയിലിരുന്നിട്ട് ഭയങ്കര സ്മെല്ല്. അവസാനമാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത് അത് അലക്സിൻ്റെ കാലിലായിരുന്നു. വണ്ടിയിൽ കുറച്ചു നേരമായി ഒരു സ്മെല്ല്. അലക്സ് അങ്കിളിന് എന്താ പറ്റിയടി? ചുമ്മാ അല്ലട്ടോ ഇത്രയും നേരമായിട്ട് സ്മെല്ലേ. അങ്ങനെ ഒരു 12 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എയർപോർട്ടിലെത്തി കേട്ടോ. 10 ഡേയ്സിൻ്റെ ട്രിപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി എയർപോർട്ട് പാർക്കിങ്ങിൽ ഇട്ടിട്ടാട്ടോ പോയത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ചെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ വെച്ച് ഞങ്ങൾക്ക് കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു. ലോഞ്ചിൽ പോയി നല്ല ലാവിഷായിട്ട് ഫുഡ് അടിക്കാൻ വിചാരിച്ചിരുന്ന ഞങ്ങളായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം ഞങ്ങളുടെ സീകുട്ടൻ്റെ സിർലാക്ക് അവരൊന്ന് പിടിച്ചു വെച്ചു കേട്ടോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞങ്ങളെ ആദ്യം ചെക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടതാട്ടോ. രണ്ടാമത് ഞങ്ങളെ തിരിച്ചു വിളിച്ചിട്ട് ഞങ്ങളുടെ ബാഗ് വീണ്ടും തുറപ്പിച്ചു. അവൻ്റെ സിർലാക്ക് ഒന്ന് ജസ്റ്റ് കണ്ട് കേട്ട് പിന്നെ അവരെ അടച്ചുപൂട്ടി ഞങ്ങളെ തന്നു. സോ ഗോയ്സ്, ഞങ്ങൾ എയർപോർട്ടിലെത്തി. ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. അന്നേരം ഒന്നും നമുക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തൊന്നും ഇല്ല. അപ്പം ഞങ്ങളിപ്പോൾ ലോഞ്ചിലോട്ട് പോകാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അവിടെ ആണെങ്കിൽ ഭയങ്കര ക്യൂ. ഇനിയിപ്പം നമുക്ക് 1 മണിക്കൂറൂടെ ഉള്ളൂ നമുക്ക് ഗേറ്റിൽ പോകാനായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ ചിക്കിങ്ങിൽ നിന്ന് ബർഗറൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് ഇനിയിപ്പം നമുക്ക് 4 മണിക്കാണ് ഫ്ലൈറ്റ്. അന്നേരം അങ്ങ് കയറും. അപ്പം ഞങ്ങളുടെ ബോർഡിങ് തുടങ്ങി. ഞങ്ങൾ പോവാണ്. വിളിച്ചു അതെ, പിള്ളേരെ ഞങ്ങൾ മാക്സിമം ഓടാൻ വിടും. അങ്ങനെ ആകുമ്പോൾ ഫ്ലൈറ്റ് കിടന്ന് പിന്നെ ഉറങ്ങിക്കോളുമല്ലോ. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് 4 മണിക്കായിരുന്നു. നേരെ ഷാർജയിലോട്ടായിരുന്നു. അവിടുന്ന് 2 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. നേരത്തെ എത്തിയത് കൊണ്ട് ലോഞ്ചിലൊക്കെ പോയി ഫുഡ് കഴിച്ച് പതിയെ പോകാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴത്തേക്കാണ് സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ വെച്ച് ഞങ്ങളെ പിടിച്ചത്. അവിടെ കുറേ സമയം പോയതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ലോഞ്ചിൽ വന്നപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. ഇനി ക്യൂ ഒക്കെ നിന്ന് തിരിച്ച് ലോഞ്ചിൽ കയറുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള സമയമാവും. ഞങ്ങൾ നടന്നു വന്നപ്പോൾ തന്നെ ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് ഇച്ചയാണെങ്കിൽ അവിടെ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. ഷാർജയിലോട്ടുള്ള ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ ഫ്ലൈറ്റിൽ കയറിയത്. ആദ്യമായിട്ടോ ഇങ്ങനെ പോകുന്നത്. സാധാരണ ഫ്ലൈറ്റിൽ കയറാനായിട്ട് ക്യൂ നിന്ന് ഇടിച്ചിടിച്ച് ഇതിപ്പോൾ ആരുമില്ല. അതെ, ഏറ്റവും ലാസ്റ്റിലാണ് ഞങ്ങൾ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തിക്കുമില്ല തിരക്കുമില്ല. ഞങ്ങളെ അവർ വിളിച്ചു വെച്ചിരുന്നു കേട്ടത്. അവരവിടുന്ന് അലക്സൊക്കെ അവിടുന്ന് എന്താ സാധാരണ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതിലേക്കൂടെ നടക്കാൻ തന്നെ ഭയങ്കര ഇതാണ്. പക്ഷെ സമയമായിട്ടില്ല കേട്ടോ. 3:45. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് കയറും. ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് പോന്നേ. നമ്മൾ മാത്രമല്ല കേട്ടോ. ഞങ്ങൾ ആക്ച്വലി താമസിക്കാൻ കാരണം ഞങ്ങളുടെ സീകുട്ടൻ്റെ സിർലാക്ക് അവിടെ ഒന്ന് പിടിച്ചു വെച്ചു. അത് കുറച്ച് ഇച്ചിരി ലേറ്റായിപ്പോയി. നമ്മൾ ഓടിയില്ലല്ലോ, പതുക്കെ അല്ലേ. അത് ആൾക്കാർ കയറാനുണ്ട്. അത് ഗൈസ്, ഞങ്ങൾ അവിടുന്ന് വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഇനി ഫ്ലൈറ്റ് കയറാനുള്ളതെന്ന് വിചാരിച്ചേ. പക്ഷെ അല്ല. പ്ലെയിനിൽ കയറാൻ പോവാ. എല്ലാ പ്രാവശ്യവും കയറുമ്പോൾ ഉറങ്ങുമല്ലേ.
ഞങ്ങൾ ഷാർജ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ഷാർജ എയർപോർട്ടിൽ വന്നിട്ട് കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ലേ ഓവറാണ്, 2 മണിക്കൂർ ലേ ഓവർ ടൈം ഉണ്ട് നമുക്ക്. ഓൾറെഡി കോളിങ് തുടങ്ങിയിട്ട് ഒരു 24th ഗേറ്റിലാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ അകത്തോട്ട് പോയി കോഫി കിട്ടത്തില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് കോഫി എടുത്തു. ഫ്ലൈറ്റ് കയറി ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. ഷാർജയിൽ ഞങ്ങളൊരു 7 മണി ആയപ്പോഴത്തേക്ക് എത്തി കേട്ടോ. ഇവിടെ നമുക്ക് 2 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പോകും കേട്ടോ. ഞങ്ങൾ പിള്ളേരെ ഒന്ന് ഫ്രഷ് അപ്പ് ആക്കി ഞങ്ങളും ഫ്രഷ് ആയപ്പോഴത്തേക്ക് ഞങ്ങളെ വീണ്ടും വിളിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ ഇവിടുന്ന് കഴിച്ചില്ല, നമുക്ക് ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു. നമ്മളതാ ഷാർജയിൽ നിന്ന് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ടുള്ള ഫ്ലൈറ്റ് കയറും. ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ ഹേസുകൂട്ടൻ അവിടെ ഉണ്ടായിരുന്ന സാമഗ്രികളൊക്കെ എടുത്ത് തപ്പി പറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാക്കിൽ 2-3 പിള്ളേർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പ്രത്യേകിച്ചൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. അവളെന്തൊക്കെയോ ആങ്ങി പക്ഷെ അവരെ കാണിക്കുന്നുണ്ടായിരുന്നു. ഹേസു ഇവിടെ സെറ്റാട്ടോ. കുറേയിൽ ആരോടോ തലക്ക് കേടി. എന്താ കളർ ബുക്ക് എടുക്കാം. പഠിക്കുക. എന്ത് ശുഷ്കാന്തിയുള്ള 2 പിള്ളേരാണ് നമുക്ക്. ഫ്ലൈറ്റിൽ ഇരുന്നും പഠിക്കുന്ന പിള്ളേർ. വെക്കേഷൻ അതെ. എന്ത് ആകാശം കണ്ടോ? എന്ത് നൈസ്. ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ ഇതുപോലെ കളറിംഗ് ബുക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിള്ളേരെ നമുക്ക് എൻഗേജ് ചെയ്തിരിക്കാം കേട്ടോ. അതുകൊണ്ട് അവള് വരയ്ക്കുന്നു. അവിടെ സീക്കൂട്ടിന് കളറടിക്കുകയാണ്. നല്ല കളർ അവരത് കടിച്ചു വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ഫുഡ് വന്നു. ഞാനും ഹേസുകൂട്ടനും തന്തൂരി ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ആയിരുന്നു. പേരൊക്കെ ഭയങ്കരമായിരുന്നെങ്കിലും രുചി അത്ര കുഴപ്പമില്ല. ഫ്ലൈറ്റിൽ ഞാൻ പക്ഷേ ഇതുവരെയായിട്ടും ഡൈപ്പർ ചേഞ്ചിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം പോയിട്ടുള്ള സമയങ്ങളിലൊക്കെ നൈറ്റ് ഫ്ലൈറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ ഹേസുകൂട്ട് ഉറങ്ങുമായിരുന്നുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. ടോയ്ലറ്റിൽ തന്നെ കേട്ടോ ഡൈപ്പർ ചേഞ്ചിങ്ങിൻ്റെ സൗകര്യമുള്ള. അവിടെ ഒരു ഡൈപ്പർ ടേബിളുണ്ട്. അവിടെ വെച്ച് നമുക്ക് ഡൈപ്പർ മാറ്റാൻ പറ്റും കേട്ടോ. അവിടെ ബാക്കി വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. വെള്ളവും ടിഷ്യൂവും സാനിറ്റൈസറും ഹാൻഡ് വാഷും എല്ലാം ഉണ്ട്. താങ്ക് യു. ബൈ. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫ്ലൈറ്റിൻ്റെ മുന്നിൽ നിന്ന് ഡെസ്റ്റിനേഷൻ വിളിച്ച് പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ പണി പാളി. നമ്മളെ നേരെ ലോഡിംഗ് ബ്രിഡ്ജിലോട്ടാട്ടോ അവർ ഇറക്കിയത്. അപ്പം നമ്മൾ ജോർജിയയിലെത്തി. എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് എയർബിഎൻബിയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ബോൾട്ട് ആപ്പ് യൂസ് ചെയ്തിട്ട് വണ്ടി ബുക്ക് ചെയ്ത് കേട്ടോ. നമ്മൾ ഇന്ത്യക്കാരാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ വണ്ടി കയറിയപ്പോൾ തന്നെ ചേട്ടൻ നമുക്ക് നമ്മുടെ ഹിന്ദി സോങ്സ് ഒക്കെ ഇട്ട് തന്നു കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഒരു 1.5 hours ഉണ്ടായിരുന്നു ടിബിലിസിയിലോട്ട് എത്താനായിട്ട്. നമ്മൾ ചെന്ന ദിവസം ഫസ്റ്റ് ബുക്ക് ചെയ്തിരുന്നത് ടിബിലിസിയിലായിരുന്നു കേട്ടോ ഹോട്ടൽ. ഇവിടെ വൈകുന്നേരമേ പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള അടുത്ത ഫാമിലി എത്തുള്ളൂ. ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത ദിവസം ഓരോ സ്ഥലത്തോട്ട് പോകുന്നത്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഓൾഡ് ടിബിലിസി വന്നു. അവിടെയാണ് നമ്മുടെ ഹോട്ടലുള്ളത്. അപ്പം നമ്മുടെ ഒരു സിറ്റിയുടെ സെൻട്രലായിട്ടാണ് നമ്മുടെ ഹോട്ടലുള്ളത്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുക. ഇതാട്ടോ ഹോട്ടൽ. ഏസു. അപ്പം നമുക്ക് ജോർജിയയിൽ വന്നിട്ട് റൂമൊക്കെ കിട്ടി. അപ്പം നമ്മൾ ജോർജിയൻ ടിബിലിസി റൂം ടൂർ കണ്ടാലോ? റൂം ടൂർ. ജോർജിയ ടിബിലിസി റൂം ടൂർ. ആദ്യത്തെ ദിവസം നമ്മൾ വന്നപ്പോഴുള്ള റൂമാട്ടോ ഇത്. അത് തന്നെ ഒരു രാജകീയ പ്രൗഢിയോടുകൂടി നമ്മുടെ ഈ പഴയ ഈ ബ്രിട്ടീഷുകാരുടെ TV സീരീസിൽ കാണുന്ന സെറ്റപ്പ് ഇല്ലേ?
തുണി മറയ്ക്കുന്ന സ്ഥലം. കേറുമ്പോഴേ സൈഡിൽ വാഷ്റൂം ആട്ടോ. ഇത് സേഫ്. കാർഡ് ഇട്ടില്ലേ? എവിടാന്നുള്ള സെറ്റപ്പ് കണ്ടുപിടിക്കണം. ആ എന്നാ വാഷ്റൂം ഒക്കെ പിന്നെ എന്തായാലും അതാണ് വാഷ്റൂം. ലോക്കർ, കബോർഡ്. ആദ്യമേ മുറി കയറി വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ച സാധനം തോന്നി ആ ടി വി. ഭയങ്കര ബിഗ് ബെസൽ ടൈപ്പിൽ വെച്ച ടി വി. പിന്നെ നമ്മുടെ ജനലിലുള്ള പോലെയാണ് കോഫി മെഷീന്, നമുക്ക് വേണ്ട കോഫി സാധനങ്ങൾ, ഒരു മിനി ബാറ്, ഒന്നുമില്ലാത്ത വി ബാർ. പിന്നെ റൂം ആക്ച്വലി കാണണം, ഭയങ്കര രസമാണ്. പഴയ ഒരു സ്റ്റൈലിൽ അല്ല കേർട്ടനിങ് ആയാലും അതുപോലെ ഇന്നത്തെ മണം നമ്മൾ സാധാരണ അവിടെ ബാൽക്കണി കാണിക്കാൻ വന്നത്, ബാൽക്കണിക്കാരി വന്നതാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞത് നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഒരു മണമുണ്ട്. അത് ഭയങ്കര ഒരു നമുക്ക് ആ ഒരു നല്ലൊരു ഫീല് തരുന്നൊരു മണമായിരുന്നു. ഇതിനകത്ത് വന്നിട്ട് ഇങ്ങോട്ട് ഇതാണ് മെയിൻ ബെഡ്. ഇവിടെ കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആരാന്നറിയാൻ പാടില്ല കേട്ടോ. തോക്കൊക്കെ പിടിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഇതേപോലെ ഒരു എന്നാ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടൊരു ഇത്. പിന്നെ ഇവിടെ കൗച്ചുണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്. ആ ഒരു വാൾ പെയിൻറ്റിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് ഒരു മിറർ നോക്കി, ഈ ഒരു മിററും. ആ അതെ. അതൊന്നുമല്ല ഇതിന്റെ സ്പെഷ്യാലിറ്റി. ബാൽക്കണിയുണ്ട്. സൂപ്പർ. ഇതാണ് വ്യൂ. ഓ നമ്മൾ മുമ്പ് കണ്ട വെഡിങ്ങിന്റെ ഇതാന്ന് തോന്നുന്നു. എന്തേ? ആ നമുക്ക് കുതിരവണ്ടി റൈഡ് പോയാലോ? ഇതൊരു സ്ട്രീറ്റ് ആട്ടോ. നമ്മൾ ഇതുവഴിയാ വന്നത്. ഇതാണ് ആ സ്ട്രീറ്റ്. നല്ലൊരു വ്യൂ. ഇങ്ങോട്ടെന്താ? ഓ ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ. അതേണ്ട ഇത് ഒരു ബലൂൺ റൈഡ് ഉണ്ട്. അതേപോലെ ഓ വെഡിങ്ങിന്റെ വണ്ടി. അതെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ സംഭവം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ MVD ഇല്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അത് ശരിയാ. പക്ഷെ ഇവിടെ നോക്ക്, അവര് വണ്ടിയിൽ അങ്ങനെ ബഹളം വെച്ചിട്ട് പോയാലൊന്നും വിഷയമൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? യൂറോപ്പിലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതുവഴി കേബിൾ കാർ ഉണ്ട്. ആക്ച്വലി നമ്മുടെ ഈ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ അത് ഹോട്ട് എയർ ബലൂൺ അല്ലല്ലോ. ബലൂണാണ്. ഹോട്ട് എയർ ആണോ എന്ന് കയറാൻ പറ്റുവാണെങ്കിൽ കയറിയിട്ട് പറയാം. ദാണ്ട കേബിൾ കാർ ഉണ്ട്. നമ്മൾ ആക്ച്വലി കൃത്യം നടുക്കല്ലേ, ടൗണിൻ്റെ ഒരു സിറ്റിയുടെ നടുക്ക്. സോ ഗായ്സ്, ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണാനായിട്ട് എല്ലാവരും വീഡിയോ കാണണേ. അപ്പോൾ ശരി, ബായ്.